വീണ്ടും കമൻസിനൊരു മറുപടി. അല്ലടേ, കമൻറ്റ് കിടന്ന് കരഞ്ഞ് മരിക്കുന്നുണ്ടല്ലോ. അല്ല, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഞാൻ എന്താ പറഞ്ഞേ? ടൗൺ ഹാളിൽ ഞാൻ വരും, അയാളെയും കൊണ്ടുവരും. സംസാരിക്കാൻ അവസരം തന്നോ? ഇല്ല. മൈക്ക് 10-13 പോലീസുകാർ, അതിനേക്കാൾ ഉപരി കുറേ വാഴത്തോരന്മാർ, കുറേ മുതുത്തൈക്കിളവന്മാർ, സൂഡാപ്പികൾ, ഇപ്പം വിഴുങ്ങാന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുറേ അലബലാദികൾ. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയണത് കേൾക്കാതെ കൈതട്ടിയാൽ, ക്ലാപ്പ് ചെയ്താൽ, ഹൗ ക്യാൻ? ഒരാൾ തനിച്ചാണ് വന്നിട്ടുള്ളത്. അയാളാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. അയാളെ തോൽപ്പിക്കുക, എല്ലാവരും കൂടെ ചേർന്ന് കൈതട്ടി കഴിഞ്ഞാൽ തിരിച്ച് കൂവിയല്ല, പിന്നെ എങ്ങനെയാണ് മറുപടി കൊടുക്കുക? സോ കൂവൽ ഈസ് ദെയർ. അണ്ണാക്കിലേക്ക് തന്നില്ലേ നല്ല ഫസ്റ്റ് ക്ലാസ് കൂവൽ. അത്രേ എന്നെ കൊണ്ട് സാധിക്കുള്ളായിരുന്നു. അത് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞേം ഞാൻ മടുത്ത്. എടേ, ജോലി ചെയ്തിട്ട് കൂലി വാങ്ങിക്കുക. ഒരു ജോലിയും ചെയ്യാതെ കൂലി വാങ്ങി മോളെ കൂട്ടി കൊടുക്കാനിരിക്കുന്നവൻ്റെ അടുത്ത് ഞാൻ എന്തിട്ട് പറയണമെന്ന് ഞങ്ങൾ പറയണേ? അവൻ്റെ മകളെ കെട്ടിക്കാനുള്ള മെഹർ പണമാണ് അവൻ വാങ്ങിച്ചെടുത്തിട്ടുള്ളത്. അതിനകത്ത് നമ്മളെന്ത് പറയാനാ? അത് അവൻ വാങ്ങി നക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നിടത്തോളം ആ പണം തിരിച്ച് അവൻ്റെ വാപ്പ കൊണ്ടുവന്ന് വയ്ക്കും, പിന്നെയല്ലേ അവൻ. അതെനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ മാക്സിമം കിടന്ന് തേളി മറിച്ചോളൂ. പിന്നെ ആരാണ്ട് എനിക്ക് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. അത് ഞാൻ നേരത്തെ തന്നെ ഒരു കമൻ്റ് ഇട്ടു. കക്കൂസ് നമ്മൾ ഉപയോഗിക്കുന്ന തൂറാനും പിടുക്കാനും ഒക്കെയാണ്. അവിടെ തൂറലും പിടുക്കലുമേ നടക്കുള്ളൂ. അല്ലെങ്കിൽ അവിടെ കയറിയൊന്ന് കുക്ക് ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനെ കുക്ക് ചെയ്യുന്നവരുണ്ടാവും ഈ എച്ചിലുകൾ. ചെവീനാക്ക പരിപാടിയില്ല. നിന്നെയൊക്കെ കക്കൂസിനെ പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. കക്കൂസ് കുഴികൾക്ക് തീട്ട് കമൻറ്റേ തരാൻ പറ്റുള്ളൂ. മൂത്ര കമൻറ്റ് തീട്ട് കമൻറ്റേ തരാൻ പറ്റുള്ളൂ. അതങ്ങോട്ട് വാങ്ങി നക്കിയേക്കുക. പിന്നെ അവൻ്റെ വായ്ത്താളം. അവ എന്നെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ? ടീം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിരുന്നു. സൂപ്പറാണ്. അവർ പറഞ്ഞാണ് എൻ്റെ കറക്റ്റ്. അവരെൻ്റെ ഒപ്പമല്ല. അവരെന്നല്ല, ഒരു മുസ്ലിം സംഘടനയും എൻ്റെ ഒപ്പമല്ല. ഞാൻ ഒരു മുസ്ലിം സംഘടനയും കൊണ്ടുപോയിട്ടില്ല, ഒരു മുസ്ലിങ്ങളെയും കൊണ്ടുപോയിട്ടില്ല. ഞാൻ മുസ്ലിമാണ്, അതിപ്പോൾ അല്ലെന്നവർക്കും ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ മുസ്ലിമായ ഞാനും എൻ്റെ കൂടെ വന്ന അസീസ് മുസ്ലിമും ഞങ്ങൾ 2 മുസ്ലിംസ് വന്ന് സംസാരിച്ച്. എനിക്ക് സംഘടനയൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനും അങ്ങനെയോട് ചേർന്ന് വേണമെങ്കിൽ ഒരു സംഘടന ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ആ സംഘടന വ്യക്തമായിരിക്കും, സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഖുറാനികപരമായിട്ട് ഞങ്ങൾ എടുത്തു വെച്ച് സംസാരിച്ചില്ലെന്നായിരുന്നു കുറുക്കന്മാരുടെ വർത്താനം. ആരാണ്ട് പറയുന്നുണ്ടായിരുന്നു, ജബ്ബാർ മാഷ് അവിടെ അടിപൊളിയായിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ചത്. അല്ല, അയാൾ 50 കൊല്ലമായിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് എന്ത് വാഴ കിട്ടി? ഉണ്ടയാണോ കിട്ടിയത്? ഉണ്ടംപൊരി കിട്ടി അയാൾക്ക്. ഒന്നും പറയാനില്ല. ഇപ്പം തന്നെ ഒത്തിരി പേര് ഖുർആൻ എടുത്ത് വെച്ച് വായിക്കാൻ തുടങ്ങി, കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ തുടങ്ങി, കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങി. പണ്ടത്തിനേക്കാൾ കൂടുതൽ ശക്തമായ ആളുകൾ ഇതിൽ നിന്ന് പോയവർ തിരിച്ച് വരാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രയോജനം എന്താണെന്ന് പറഞ്ഞാൽ, നീയൊക്കെ കടന്ന് വായത്താളം അടിക്കുന്ന കേൾക്കുമ്പം നാട്ടുകാർക്കൊരു തോന്നലുണ്ടാവും, ഇസ്ലാമായി ജീവിക്കുന്ന ഒരു പ്രശ്നമാണെന്ന്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇസ്ലാമായി ജീവിക്കുന്ന ഒരു പ്രിവിലേജ് ആണെന്ന്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും ഒരു പ്രശ്നം ഇപ്പോഴില്ല, പ്രസൻറ്റ് ഘട്ടത്തിലില്ല. അവിടെ കിടന്നുകൊണ്ട് സഹിഷ്ണുതയോട് കൂടി കിടന്ന് അലറിയ കുറേ വാഴത്തോരന്മാരെ ഞാൻ കണ്ടു. അതാണ് ഇവരാണ് പറയുന്നത് ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന്. ഒരാൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പോലും കൂച്ചുവലം കിടുന്ന നാറികളാണ് ബാക്കിയുള്ളവർ ജീവിക്കാൻ അനുവദിക്കില്ല നമ്മൾ മോങ്ങണത്. ഒരാൾക്ക് അഭിപ്രായം പറയണ്ടെങ്കിൽ അഭിപ്രായം പറയണം. ഒരാൾക്ക് എതിർക്കാൻ ഇതുണ്ടെങ്കിൽ ആ റൈറ്റ്സ് അവർക്ക് വെച്ച് കൊടുക്കണം. അല്ലാണ്ട് അവരെ കാണുമ്പോൾ മുള്ളിയിട്ട് ഓടുകയല്ല വേണ്ടത്. പേടിച്ചിട്ടല്ലേ 10-12 പോലീസുകാരെ പറഞ്ഞു വിട്ടത്. നമ്മൾ പേടിച്ചാ? അറസ്റ്റ് ഉണ്ടോ എന്നല്ലേ ചോദിച്ചത്? നമ്മൾ അറസ്റ്റ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത്. അവരെ അറസ്റ്റ് ചെയ്യത്തിന് ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ റെഡി ടു അറസ്റ്റ്. അവരെ അറസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് അവർക്കറിയാം അത് മാനവിക വിരുദ്ധതയാണ്. അവർ സുഖമില്ലാത്തൊരു സ്ത്രീയാണ്. വയ്യാത്തൊരു സ്ത്രീ വന്നു, അവർക്ക് എന്തൊക്കെ ഉണ്ട്, വിഷമങ്ങളുണ്ട്, അവർ പറയട്ടെ, പറഞ്ഞിട്ട് പോയിക്കോട്ടെ. അത് സിമ്പിളായൊരു ലോജിക്കാണ്. പോലീസുകാർക്ക് ഉണ്ടായിരുന്നു. ഇൻഫാക്ട് പോലീസുകാരനിൽ ഒരാൾ മാത്രം ഒന്ന് ചൊറിഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു നിങ്ങൾ 2 കൂടെ പറഞ്ഞിട്ട് പോകുന്നു. കാരണം അവർക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കോടായിട്ടിട്ട്. ഇതിലൊക്കെ തമാശ എന്താണെന്നറിയാം, കഞ്ചാവിനെ പറ്റി അവിടെ സ്റ്റഡി ക്ലാസ് നടത്തുകയാണ്. മൊത്തം കഞ്ചാവാ. അയ്യോ, ഒരെണ്ണം പോലും കഞ്ചാവ് ഒരുത്തനില്ല. 250 കൂവയാണ്. എന്തിനാണെന്നറിയാം? ചായയും കാപ്പിയും കുടിക്കാൻ. എടാ വാഴത്തോരന്മാർ, അപ്പുറത്തോട്ട് തിരിഞ്ഞാൽ ഒരു കടിയും ഒരു ചായയ്ക്കും 40 രൂപയുള്ളൂ, മാക്സിമം 40 രൂപ. ഒരു ഊണിന് 80 രൂപ. എന്തിനാടാ 250 രൂപ എടുത്ത് ആ ചൂടത്ത് വന്നിരുന്ന് ഇവൻ്റെ വായ്ത്താളവും കേട്ടിട്ട് ചാപ്പാട് തിന്നാൻ പോണത്? നാണം കെട്ടുമ്പോൾ പെട്ടിയും പാണ്ടൊക്കെ തൂക്കിക്കൊണ്ട് വരികയാണ് 2 കള്ളന്മാർ, കാട്ടുകള്ളന്മാർ. ലിയാഖത്തോ ജബ്ബാറോ വെളുപ്പിച്ച വെളുക്കുന്ന സാധനമല്ലത്.
ഒരു കാരണവശാലും നിങ്ങളിനി എത്ര റാ റൂ റീ കൂ എന്ന് പറഞ്ഞാലും ഈ സ്വരം വെളുക്കില്ല. എന്തുകൊണ്ടെന്നറിയാമോ? അയാൾ കഷ്ടപ്പെട്ട പൈസയാണ്. ഇനി തോറ്റേന്ന് പറഞ്ഞാടാ ഡിബേറ്റ് വെയ്യടാ. നീ ഡിബേറ്റ് വെച്ചാ ഇല്ല. ഡിബേറ്റ് വെക്കാതെ ഞാൻ ജയിച്ചെന്ന് പറയുന്നത് എന്താ അടിസ്ഥാനത്തില്ല? അത് കള്ളന്മാരെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യം. അക്കാര്യത്തിൽ ഞാൻ ലിയാക്കത്തലിയെ സമ്മതിച്ചു. ഭൂലോക ചെറ്റയാണവനെന്ന് അവൻ തെളിയിച്ച്, ഭൂലോക കുറയണവനെന്ന് അവൻ തെളിയിച്ച്. അത്രയേ ഉള്ളൂ. മൈക്ക് വെച്ച് അലറിയാണ്. എൻ്റെ സ്വരം പോലും പോയി നോക്ക്. അവൻ മൈക്കിൽ അലറിയപ്പോൾ അതിനേക്കാൾ ഉച്ചത്തിൽ എൻ്റെ സ്വരം കേൾക്കണമെങ്കിൽ ഞാൻ അലറണ്ടേ? അലർച്ചയാണ് നിങ്ങൾ കണ്ടത്. പിന്നെ കൂവൽ, അതും ഒരു പ്രതിരോധമാണ്. അത്രയും കോഞ്ഞാണന്മാരുടെ ഇടയിൽ ഞാൻ തനിച്ച് വന്നില്ലേടാ. അതാണ് അവൻ പറയുന്ന അതേ ഡയലോഗ്. സിംഗം സിംഗിളാ വരും, പന്നിങ്ക താൻ കൂട്ടമാ വരും. ഇപ്പം പിടിയിട്ടിയാ അതങ്ങ് തെളിയിച്ച് തന്നു. അത്രയേ ഉള്ളൂ. ഇനി എവിടെയെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ. അവന് AP വേണം, CP വേണം. എൻ്റെ ഉമ്മയുടെ ഒന്നാം കുക്കു ഷീപ്പിയും കൂപ്പിയും വരാം. ഒരു മുസ്ലിം സംഘടനകൾ ഇവനെ തിരിഞ്ഞു നോക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പന്ന ഡാഷ്മോനെ തിരിഞ്ഞു നോക്കരുത് നിങ്ങൾ. അവ എന്ത് വാഴ പറഞ്ഞോണ്ടെന്ന് അവിടെ കിടന്ന് പറഞ്ഞോട്ടെന്ന് വയ്ക്കണം. മൈൻഡ് ചെയ്യരുത്. പേപ്പട്ടിക്ക് കൊടുക്കുന്ന വില പോലും ഒരുക്കി കൊടുക്കരുത്. പേപ്പട്ടി നമ്മൾ തല്ലിയെങ്കിലും പോലും ഇപ്പം എന്തെങ്കിൽ അത് ആ വിലയും കൊടുക്കരുത്. അവിടെ കിടന്ന് അലിക്കേട്ടെന്ന് വയ്ക്കണം. പോടാന്ന് പറയണം. അതോടെ തീരും കുത്തി കിടക്കും. പിന്നെ കേസ് അത് നമുക്ക് കാണാമല്ലോ. ചെവിനെയാണ് ഏണം, മറന്നുകൊണ്ട. പറഞ്ഞ വാക്ക് പാലിച്ചാണ് ശീലം. അപ്പോൾ നമുക്ക് കാണാം. ശിവലാൻ, ഞാൻ കൂടുതൽ നിൻ്റെ വായ്ത്താളം മന്ദിരത്ത് കാണുന്നില്ല. കാണണമെങ്കിൽ ഒന്നും നിന്ന് മറുപടി തരും. ടീം കുറവുണ്ട്, അതുകൊണ്ട്. അപ്പോൾ തൽക്കാലം ഇത്രയേ ഉള്ളൂ. ഇനി കൂടുതൽ കമൻസ് ഇട്ടാൽ ഞാൻ കൂടുതൽ മറുപടി തരാം. പിന്നെ കരിഞ്ഞോളൂ. നിങ്ങൾ എത്രത്തോളം കരിയണു എനിക്ക് അത്രത്തോളം റീച്ചാണ്. ലൈക്ക് ഇറ്റ്. നിനക്കൊക്കെ മറുപടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഴുതിയിടുന്നുണ്ട് നിൻ്റേതായ ഭാഷയിൽ. ഈ ഭാഷ വേറെ ആർക്കും മനസ്സിലാവില്ല. സാധാരണ ഇസ്ലാമിയർക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവും. കാരണം നിൻ്റെയൊക്കെ കൂടെ സഹവസിച്ച ആളാണല്ലോ ഞാൻ. അതുകൊണ്ടാണ് നിനക്കൊക്കെ അങ്ങനത്തെ തന്നെ മറുപടി ആണാക്കി തരുന്നത്. വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. ഓക്കെ തീട്ടങ്ങളെ, ബൈ ബൈ. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ. തീട്ടങ്ങളും ഞാനും തമ്മിലുള്ള പോട്ടി നിങ്ങൾ നോക്കണ്ട. നമുക്ക് പുതിയ വിഷയങ്ങളുമായിട്ട് മുൻപോട്ട് പോകാം. താങ്ക് യു.